ഇപ്പം വേണ്ട എത്ര സൈലൻ്റായിട്ട് നിൽക്കുന്നൊരു ബെല്ലയാ. ഇനി നമുക്ക് മിക്കൂനെ ഒന്ന് അയച്ചു നോക്കാം. ഇപ്പം എന്നിട്ട് ബെല്ലയുടെ പ്രതികരണം കാണാം കേട്ടോ. അതുകൊണ്ട് ഈ കസേര കിടക്കുവായിരുന്നു എന്നെ കണ്ടപ്പോഴാ ചാടി ഇറങ്ങിയത്. കയറി കസേര കയറി. മിക്കൂനെ അയച്ചു വിട്ടെ, മിക്കൂനെ ഒന്ന് അയച്ചു വിട്ടെ. ബെല്ല, നമുക്ക് മിക്കു വരുമ്പം ബെല്ല എങ്ങനെ പെരുമാറുന്നത് കാണാവേ. അല്ല, മിക്കുവാ വരുന്നത്. നീ ആളിനെ കണ്ടിട്ട് ചാടിയ പോരെ. മിക്കു, നമ്മടെ മിക്കു. ആദ്യം ഒന്ന് ചാടിയതാ, പിന്നെ മിക്കുവാന്ന് പറഞ്ഞപ്പോ ആളങ്ങ് സൈലന്റ് ആയി. ഇല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയാട്ടെ. ഒരു പ്രശ്നമില്ല. ബെല്ലയ്ക്ക് സന്തോഷം, ഇത് സന്തോഷം കേട്ടോ. മിക്കുവിനെ കണ്ടതിന് ഒരു സന്തോഷം, അല്ലാതെ മിക്കുവായിട്ട് യാതൊരു പ്രശ്നമില്ല. മിക്കുവായിട്ടുള്ള സ്നേഹം കണ്ട്, മിക്കുവായിട്ടുള്ള സ്നേഹപ്രകടനം കണ്ട് അവര് തമ്മിൽ നല്ല നല്ല ഒരടുപ്പമുണ്ട് ഇവര് തമ്മിൽ. ഇനി ഞാന് പപ്പിയേയും പിങ്കുവിനെയും കൂടെ ഒന്ന് അയച്ചു വിടട്ടെ. ഇപ്പം മിക്കുവിനോടുകൂടി സന്തോഷമായിട്ട് നിൽക്കുന്ന ബെല്ലയാണ്. ഇപ്പൊ സ്വഭാവം മറന്നുണ്ടോണേ. അവിടെ അടുത്ത ഡോറ് തുറക്കുന്ന കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പപ്പിയേയും പിങ്കുവിനോട് ചില സമയമുള്ളൂ. പപ്പിയെ കൈ കാണിക്കുന്നത് കണ്ട. ഇതാണ് പ്രശ്നം. നീ മൂന്നെണ്ണം കൂടെ അത് ഞാൻ നിന്നോണ്ട. എങ്ങാനും തൊടൽ പൊട്ടിക്കാമെങ്കില് എല്ലാ തൊടൽ പൊട്ടിക്കാൻ നിനക്കെല്ലാം കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് പപ്പിക്ക് കടിച്ചു പറിച്ചതാ പപ്പിയെ. ഇതാണ് പ്രശ്നം. അവിടെ റോക്കിയോടും പ്രശ്നമില്ല അവക്ക് മിക്കുവിനോടും പ്രശ്നമില്ല, റോക്കിയോടും പ്രശ്നമില്ല. പ്രശ്നം മൊത്തം പപ്പിയോടും പിങ്കുവിനോടും കേട്ടോ. ഞാൻ മുമ്പേ വീഡിയോ പെട്ടെന്ന് നിർത്തിയത് ഞാനിവിടെ നിൽക്കുന്ന കണ്ടപ്പം എല്ലാം കൂടെ കടിപിടി കൂടി ഞാൻ ബെല്ലടിക്കാൻ നിൽക്കുന്ന കണ്ടതിൽ അവളുമാർ 3 പേരും കൂടെ ഇവിടെ അടുക്കളുടെ പ്രശ്നത്തിലില്ല. അങ്ങനെ കടിപിടിയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി മുറിവും ചോരയൊക്കെ വന്നു. തിരിച്ച് ഞാൻ അവരെ സ്നേഹിക്കുന്ന കാണുമ്പം ഇവക്ക് പ്രശ്നം. അങ്ങനെ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി ഈ 2 കൂട്ടരുടെ ഇടയ്ക്ക്. എന്തോ ചെയ്യാനാ. അങ്ങനെ ഞാൻ പെട്ടെന്ന് വീട് നിർത്തി. ഭയങ്കര പ്രശ്നമായിരുന്നു. 4 എണ്ണം കൂടെ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത്യാവശ്യം അല്ലറ ചില്ലറ കുഞ്ഞു മുറിവുകൾ ഈ 4 പേർക്കും പറ്റിയിട്ടുണ്ട്. അതിൽ പപ്പിക്കൊരു ഇച്ചിരി കൂടുതൽ പറ്റിയിട്ടുണ്ട്. വെല്ലയ്ക്ക് അങ്ങനെ മുറിവായിട്ടൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതായിരുന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും ഇല്ല. ഞാനിപ്പോൾ വെള്ളം കോരി വെച്ച് അവിടെ ഒന്ന് കഴുകിയതാ, കടിപിടി കൂടിയതല്ലേന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഞാനാകെ പ്രശ്നത്തില്ല. എനിക്കിപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ. ഈ 5 എണ്ണത്തിനെയും വളർത്തി എല്ലാവർക്കും അങ്ങ് അസൂയ. ഞാൻ ആരോട് സഹകരിക്കരുത്, ഞാൻ അവരോട് സഹകരിക്കരുത്, ഞാൻ ഇവളോട് സഹകരിക്കരുത്. ഇല്ല ബെല്ല, ഇങ്ങോട്ട് നോക്കേ. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരെ പറ്റി പറയുമ്പോൾ. തിരിച്ച് അവർക്ക് ഇവളെ പറ്റി പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കൂട്ടിലാക്കി 3 എണ്ണത്തിനെയും കൂട്ടിലാക്കി. ഇനി ഇന്നത്തെ ദിവസം തുറന്നു വിടത്തില്ല. ഇന്നലെ ബെല്ലയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടപ്പം ബെല്ലയായിട്ടുള്ള ഇതിലുണ്ടായതാ. കണ്ടോ, മുറിഞ്ഞിരിക്കുന്നുണ്ട്. നോക്കട്ടെ ഇങ്ങോട്ട് കാണിക്കാൻ മടിയാന്ന്. കെട്ടിയിട്ടിരിക്കുന്നവളോട് നിനക്കൊക്കെ നാണമുണ്ടോ അങ്ങോട്ട് ചെന്ന്? ഇതുണ്ട്, സ്പ്രേ അടിക്കട്ടിച്ചിരി രാവിലെ. അവൾക്ക് മാത്രമേ ഉള്ളൊരു ചെറിയ മുറിവ്. എന്ത് ആരും കാണിച്ചു കൂട്ടിയതാണ്ട്. ഇവിടെ കണ്ടൊരു ചെറിയൊരിതുണ്ട്, ചെറിയൊരിതേ ഉള്ളു. വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. അത് അറിയത്തോലുമില്ല. തൊലി പോയതും കണ്ടേയുള്ളു. നാണമുണ്ടോ നിനക്കൊക്കെ? മിക്കു കെട്ടിയിട്ടിരിക്കുന്നവളോട് അങ്ങോട്ട് കസത്ത്. ഞാൻ അവിടെ നിന്നതേ ഉള്ളൂ. 10 മണി ഞാനങ്ങ് പേടിച്ചു പോയി. ഇതിനു മുമ്പും എല്ലാം തൊടല് ഇത് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ പപ്പിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ നല്ലോണം മുറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇത് ഞാൻ അടുത്ത് നിന്നു എന്നും പറഞ്ഞാണ് ഇവർ അങ്ങോട്ട് കയറി വഴക്കിന് വന്നത്. നോക്കട്ടെ, കിട്ടിയല്ലോ. എന്തായാലും അറിയാമല്ലോ ബെല്ലയുടെ സ്വഭാവം അറിഞ്ഞുണ്ട്. നീ ആ സ്പ്രേയിങ് എടുത്തില്ല, വെച്ചിട്ട് നടിച്ചു കൊടുക്കും. ഇവിടെ നീല അത് ഇച്ചിരിയുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്പ്രേ. കണ്ട ഉണ്ട്. നീ ചോറൊന്നും തിന്നണ്ട നീ കേട്ടോ. ഒരു പ്രശ്നം വന്നാൽ എന്തായാലും എല്ലാവരും ഒരുമിക്കാം, അതെനിക്ക് മനസ്സിലായി. ഇല്ല, അല്ലെങ്കിൽ ഈ മിക്കൂനാണെങ്കിൽ ബെല്ലയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. മിക്കും ബെല്ലയും തമ്മിൽ ഒരു വിഷയം ഇല്ലാത്തതാ. പപ്പിയും ബെല്ലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടോട്ടപ്പോ 2 പേരുടെ കയറി അങ്ങ് ഇടപെട്ട്. എന്തുവാ ഇത്? ബെല്ലായിട്ട് രാവിലെ കസർത്ത് കാണിക്കണ്ടായോ? ചെല്ല്. ആ റോക്കിച്ചാൻ എന്തൊരു പാവാ. നീ ഇവളുമാരെല്ലാം കൂടെ കിടന്ന് തല്ലുകൂടുന്നുണ്ടായാലും അവനിടപെടത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ബെല്ലടിക്കാൻ നിന്നപ്പോൾ അവനൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അസൂയക്കാരികള് നീയൊക്കെ അസൂയക്കാരികളാണോ?
നീ അസൂയക്കാരിയാണോ? പിന്നെ ഇന്നലെ വൈകുന്നേരം പിന്നെ ഇവരുടെ ദേഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബ്ലഡ് ആയാൽ നല്ലോണം അറിയാൻ പറ്റും. നിറച്ച് ബ്ലഡായിരുന്നു. ഇത്ര ഒരു മുറിവ് ഉള്ളായിരുന്നെങ്കിൽ. പിന്നെ എല്ലാത്തിനും ഞാൻ കൊണ്ടിട്ട് കുളിപ്പിച്ച് വൈകുന്നേരം ബെല്ലയും കുളിപ്പിച്ച്. ബെല്ലയ്ക്ക് മുറിവൊന്നുമില്ല. അല്ലെങ്കിലും നാടൻ പട്ടികൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഇങ്ങനെയൊക്കെ കടിപിടി കൂടിയാലും. പക്ഷെ ഇവർക്കെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇവരങ്ങ് വീണ് പോവും. അന്നേരം തൊട്ട് മൂഡ് ഓഫ് ആ പപ്പി ഇല്ല. കിട്ടേണ്ടത് കിട്ടിയപ്പം പിന്നെ മൂഡ് ഓഫ് ആയി പോയി പപ്പിക്ക്. പിന്നെ ഒട്ടും ഒരു പപ്പിക്കാ കിട്ടുന്നത് മൊത്തം ബെല്ലയുടെ കയ്യിൽ നിന്ന് മൊത്തം കിട്ടുന്നത് അവക്കാ. വേറെ ആർക്കും ഇതുപോലെ പരിക്കുണ്ടായിട്ടില്ല. ആണ്ടാ പോന്നു. ബെല്ലയുടെ ഏറ്റവും അടുത്ത ആളാ. ഒരു പ്രശ്നം വന്നപ്പോൾ അവളെ അമ്മയുടെ കൂടെ നിന്ന് ബെല്ല ഒറ്റയ്ക്കാക്കി. ഇല്ല മഴ 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 വാ. മഴ കാണുന്നുണ്ടില്ല. ഇന്ന് കുളിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും ഇന്നലെ തന്നെ അങ്ങ് നടത്തിച്ചാണ് എന്തായാലും.